സുഹൈൽ, പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഈ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ട്, വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈൻ അത് കൃത്യമായ രീതിയിലല്ല അത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ആദ്യഘട്ട പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ലൈനിലേക്ക് ആവശ്യമായ സുരക്ഷിതമായ അകലം ഇതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും ഷെഡിലേക്ക് ആവശ്യമായ സുരക്ഷാ അകലം പാലിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സൈക്കിൾ ഷെഡിന് അനുമതി വൈദ്യുതി വകുപ്പ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സുപ്രധാനമായ മറ്റൊരു വിലയിരുത്തൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ലൈനിനടിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ സുരക്ഷിതമായി ഇതിൽ അകലം പാലിക്കണം. ആ ചട്ടം പോലും പാലിക്കാതെയാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത് എന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും ഇതിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. വൈദ്യുതി ലൈനിൽ കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന വൈദ്യുതി ബോർഡിന്റെ നിർദ്ദേശം തന്നെയുണ്ട്. ഇത് സ്ഥാപിക്കുന്നതിന് ഇത്തരത്തിൽ ഒരു മാനദണ്ഡം ക്രമീകരിച്ചില്ല. ഒരു കേബിൾ ഇടണം എന്ന കാര്യം നേരത്തെ സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അടുത്ത യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് തങ്ങളോട് ആവശ്യപ്പെട്ടത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തരമായി KCBയുടെ ലൈനുകൾ പുനഃപരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തും എന്ന് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല വകുപ്പ് എന്നുകൂടി മന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട്. ഏതായാലും പ്രാഥമിക പരിശോധനയിൽ വൈദ്യുതി വകുപ്പിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. ഈ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ചതിലും അതുപോലെ തന്നെ സൈക്കിൾ ഷെഡ് നിർമ്മാണത്തിലും അടക്കം KSCBയുടെ ഭാഗത്തുനിന്ന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് വകുപ്പ് മന്ത്രിയുടെ തന്നെ ഓഫീസിൽ നിന്നിറക്കിയ റിപ്പോർട്ടിലും കുറിപ്പിലും സൂചിപ്പിക്കുന്നത്. അരുൺരാജ്, ഇനി അങ്ങോട്ട് സുരക്ഷിതമായി സുരക്ഷയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 8 വർഷമായി അത് കോംപ്രമൈസ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾക്കറിയുന്നത് പോലെ ഈ പല മേഖലകളിൽ പല രീതിയിൽ കർഷകരടക്കം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഈ KCB ഒക്കെ പരിശോധന നടത്തുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അനുമതിയുമായി ബന്ധപ്പെട്ട് അനുമതി വൈകിപ്പിക്കുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ 8 വർഷമായി ഇത്തരത്തിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ലൈൻ അതിലെ പോകുന്നുണ്ടെന്ന് KCB ഇന്ന് മാത്രമാണോ അറിയുന്നത്? അതും 2-3 ദിവസം മുമ്പ് വാക്കാൽ പറഞ്ഞ കാര്യമാണ്. പേരിനെങ്കിലും ഒരു പരിശോധന അവർക്ക് അവിടെ നടത്തിക്കൂടായിരുന്നു? തീർച്ചയായും ഇതിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടെന്ന് വകുപ്പ് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. മറ്റൊന്ന്, ഈ സ്കൂൾ മാനേജ്മെന്റ് അത് രേഖാമൂലം ഒരു പരാതി പോലും തങ്ങൾക്ക് തന്നിട്ടില്ല. രേഖാമൂലം ഇത് മാറ്റണമെന്ന ആവശ്യം തങ്ങളോട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. വൈദ്യുതി ബോർഡിന് ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യം വൈദ്യുതി വകുപ്പ് തന്നെ സമ്മതിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായതാണ്. സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യങ്ങളിൽ പറയുന്നത്, സ്കൂൾ മാനേജ്മെന്റ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വൈദ്യുതി വകുപ്പിനോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് വന്ന രേഖകൾ. അതിനെ കൂടി ഇപ്പോൾ വൈദ്യുതി വകുപ്പ് സാധൂകരിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. കേബിളുകൾ സ്ഥാപിക്കാൻ അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ ശേഷം തീരുമാനമെടുത്താൽ മതി എന്നതാണ് സ്കൂളിൽ നിന്ന് തങ്ങളെ അറിയിച്ചത് എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലുള്ള വീഴ്ചകൾ തുറന്ന് സമ്മതിക്കുന്നതിനൊപ്പം പുനഃപരിശോധന കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് പറയുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണവും ഇക്കാര്യത്തിൽ തുടരും. അപ്പോഴറിയാം എന്താണ് ഇക്കാര്യത്തിൽ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഈ വീഴ്ചകൾ തുറന്ന് സംഭവിക്കുമ്പോൾ ആരാണ് ഈ കുറ്റക്കാർ, ആർക്കൊക്കെ തെറ്റ് സംഭവിച്ചു എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ ഇതിലില്ല. കാരണം നിശ്ചിത ഇടവേളകളിൽ ഈ ലൈൻ പരിശോധിക്കണമെന്ന ചട്ടമുള്ളതാണ്. ആ ചട്ടം പോലും പാലിക്കുന്നതിന് എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ടുകളാണ്. പക്ഷേ അപ്പോഴും പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നു. വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഈ പ്രതിഷേധം കൂടുതലായി സ്കൂളുകളിലേക്കടക്കം എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ആ സ്കൂൾ പരിസരത്ത് ആകെയുള്ളത്. KCB അടക്കം വീഴ്ച സമ്മതിക്കുന്നു. 8 വർഷം മുമ്പ് പണിത ലൈൻ അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഒരു തവണ പോലും ആ സ്കൂളിലേക്ക് കയറി ആ ലൈനിന്റെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും KCB തയ്യാറായിട്ടില്ല. വൈദ്യുതി വകുപ്പ് തയ്യാറായിരുന്നില്ല. ആരാണ് അന്ന് ഈ ലൈനിനൊക്കെ അനുമതി കൊടുത്തെന്നടക്കം ചോദ്യങ്ങൾ ഉയരുന്നു. അതിനും അപ്പുറത്തേക്ക് അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്ഥാപിച്ച സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ഷെഡിന് പോലും അനുമതി തേടിയിട്ടില്ല എന്ന് പഞ്ചായത്ത് കൂടി സ്ഥിരീകരിക്കുന്നു. ആകെ മൊത്തം ആ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം മുതൽ KCB വരെ കൃത്യമായ ആരുടെ പരിശോധനയോ ആരുടെ അനുമതിയോ കൂടാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വൈദ്യുതി വകുപ്പും സ്കൂൾ മാനേജ്മെന്റും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയണം. ആ ചോദ്യങ്ങൾക്ക്, ഈ ഉയരുന്ന അനുമതിയുമായി ബന്ധപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടവരും അവർ തന്നെയാണ്.